കർണാടക അങ്കോളയിൽ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മലയാളിയുണ്ടെന്ന സൂചന. കോഴിക്കോട് സ്വദേശിയായ അർജുനെ കാണാനില്ലെന്ന് ബന്ധുക്കൾ രക്ഷാപ്രവർത്തകരെ അറിയിച്ചു. അർജുൻ ഓടിച്ച ലോറി മണ്ണിടിച്ചിലിൽ അകപ്പെട്ടെന്നാണ് സൂചന. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് ബംഗളൂരുവിൽ നിന്ന് വിവരങ്ങളുമായി. അരുൺ, ഇതിൽ മലയാളി ഉണ്ടെന്നുള്ള കാര്യത്തിൽ സ്ഥിരീകരണം എത്തുന്നുണ്ടോ? എങ്ങനെയാണ് ഇപ്പോൾ രക്ഷാപ്രവർത്തനം? അസ്മിത, 3 ദിവസം മുമ്പാണ് ഈ അങ്കോള ഷിരൂർ ദേശീയപാതയിൽ ഈ വൻ മണ്ണിടിച്ചിലുണ്ടായത്. ദേശീയപാതയിലേക്ക് വലിയ കുന്ന് ഇടിഞ്ഞു വീഴുകയായിരുന്നു. ആ ഘട്ടത്തിൽ നിരവധി വാഹനങ്ങൾ അതിലൂടെ കടന്നു പോകുന്ന ഒരു പാതയാണ്. വാഹനങ്ങൾ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നതായിരുന്നു വിവരം. ആദ്യഘട്ടത്തിൽ ഒരു ലോറിയും അതോടൊപ്പം തന്നെ ഒരു കാറുമായിരുന്നു കണ്ടെത്തിയത്. അതിൽ സഞ്ചരിച്ചിരുന്നവരുടെ മൃതദേഹങ്ങൾ അന്ന് തന്നെ കണ്ടെത്തി. പിന്നീട് രണ്ടാമത്തെ ദിവസമാണ് ഈ പുഴയിൽ നിന്ന് 4 മൃതദേഹം കൂടി കണ്ടെത്തിയത്. അങ്ങനെ നിലവിൽ ഇപ്പോൾ 12 പേരാണ് ഈ മണ്ണിടിച്ചിലിൽ മരിച്ചിട്ടുള്ളതായിട്ടുള്ള വിവരം നിലവിൽ പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അതിൽ ഒരു മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. ഈ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ ഒരു മലയാളി കൂടി ഉണ്ട് എന്ന വിവരമാണ് ലഭിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അർജുൻ ആണ് ഇതിൽ കാണാതായതെന്നാണ് ബന്ധുക്കൾ ഈ രക്ഷാപ്രവർത്തകരെ അറിയിച്ചിട്ടുള്ളത്. ഈ മണ്ണിടിച്ചിൽ അകപ്പെട്ട ഒരു ലോറി അത് അർജുൻ ഓടിച്ച ലോറിയാണ്, അർജുൻ സഞ്ചരിച്ച ലോറിയാണ് എന്നതാണ് ബന്ധുക്കൾ ഈ രക്ഷാപ്രവർത്തകരെ അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട വിവരം ലഭിച്ചതിനെ തുടർന്ന് വീണ്ടും ഈ മണ്ണ് നീക്കം ചെയ്ത് ഉൾപ്പെടെയുള്ള, അതായത് തൊട്ടടുത്തൊരു പുഴയാണ്, ഈ പുഴയിലേക്കാങ്ങാനും ഈ ലോറി അകപ്പെട്ടിട്ടുണ്ടോ, അങ്ങനെ ആ രീതിയിലുള്ള സംശയം രക്ഷാപ്രവർത്തകർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും തെരച്ചിൽ നിലവിൽ ഇപ്പോഴും അവിടെ നടക്കുന്നുണ്ട് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. NDRF സംഘം അവിടെ കേന്ദ്രീകരിച്ച് ഈ തെരച്ചിൽ നടത്തുന്നുണ്ട്. അതോടൊപ്പം ഫയർഫോഴ്സും അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ചില നാട്ടുകാരെല്ലാം ചേർന്ന് ഇപ്പോൾ തെരച്ചിൽ നടത്തുന്നുണ്ട്. ഇത് ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ഒരു ദേശീയപാതയാണ്. നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്നു. ആ വാഹനങ്ങൾ പലപ്പോഴും വിശ്രമിക്കുന്നതിനൊക്കെയായി നിർത്തുന്ന ഒരു സ്ഥലമാണ്. ഓപ്പോസിറ്റ് ഒരു പുഴ, അതിന് തൊട്ടപ്പുറം തന്നെ ഒരു ചായക്കട ഉൾപ്പെടെ ഉണ്ട്. അവിടെ നിരവധി വാഹനങ്ങൾ നിർത്തി വിശ്രമിക്കുന്നതാണ്. അങ്ങനെ ഈ മണ്ണിടിച്ചിൽ ഉണ്ടായ സമയത്ത് അവിടെ കൂടുതൽ വാഹനങ്ങൾ ഉണ്ടായിരുന്നു എന്ന സംശയം. ഇതിൽ ഈ മണ്ണിടിച്ചിൽ നിന്ന് രക്ഷപ്പെട്ട ഒരു യുവാവ് ഈ രക്ഷാപ്രവർത്തകർക്ക് വിവരം നൽകിയിരുന്നു. ആദ്യഘട്ടത്തിൽ 2 വാഹനങ്ങൾ മാത്രമേ ഈ മണ്ണിടിച്ചിൽ അകപ്പെട്ടിട്ടുള്ളൂ എന്നതായിരുന്നു രക്ഷാപ്രവർത്തകരുടെ ഒരു നിഗമനം. പിന്നീട് ഈ യുവാവ് ഇത്തരം ഒരു വിവരം നൽകിയതിനെ തുടർന്നാണ് കൂടുതൽ തെരച്ചിൽ നടത്തിയത്. അങ്ങനെയാണ് 4 മൃതദേഹം കൂടി കണ്ടെത്തിയത്. ഇതിപ്പോൾ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഈ അർജുൻ സഞ്ചരിച്ചത് ഒരു ലോറിയാണ്. ആ ലോറി കൂടി ഈ മണ്ണിടിച്ചിൽ അകപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരം ഈ ബന്ധുക്കൾ കൈമാറിയതിനെ തുടർന്ന് കൂടുതൽ തെരച്ചിൽ എന്തായാലും NDRF സംഘം ഉൾപ്പെടെ നടത്തുന്നുണ്ട്. എന്തായാലും ബന്ധുക്കൾ ചിലർ കർണാടകയിലുണ്ട് എന്ന വിവരവും നമുക്ക് ലഭിക്കുന്നുണ്ട്. കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള അർജുൻ സഞ്ചരിച്ച ലോറിയാണ്, അർജുനെയാണ് ഇപ്പോൾ കാണാതായത് എന്ന് ഇപ്പോൾ ബന്ധുക്കൾ ഈ രക്ഷാപ്രവർത്തകരെ അറിയിച്ചിട്ടുള്ളത്. ആ വിവരത്തെ തുടർന്നുള്ള തെരച്ചിൽ ഇപ്പോൾ NDRF സംഘം നടത്തുന്നുണ്ട്. സ്മിത, അർജുനെ കാണാതായി എന്നുള്ള വിവരം ബന്ധുക്കൾ പറയുന്നു. അതോടൊപ്പം തന്നെ ഈ GPS വഴി ലൊക്കേഷൻ നോക്കുമ്പോൾ ഈ ലോറി മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ട് എന്നുള്ളൊരു സംശയം അത് അവർക്കുണ്ട്. ആ രീതിയിലാണ് അവർ പരാതി പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഈ 3 ദിവസമായിട്ടും എന്തുകൊണ്ടാണ് ഈ മണ്ണിടിച്ചിലിനെ തുടർന്നുണ്ടായ അപകടം, അതിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കാൻ ഇത്ര ബുദ്ധിമുട്ട്? സ്മിത, ഇതിൽ രക്ഷാപ്രവർത്തനം ആദ്യഘട്ടത്തിൽ തന്നെ കാര്യക്ഷമമല്ല എന്ന പരാതി ഉയർന്നിരുന്നു. ആദ്യം ഈ 2 വാഹനങ്ങൾ മാത്രമേ, അതായത് ഒരു ലോറിയും ഒരു കാറും, ഒരു കുടുംബം സഞ്ചരിച്ചിരുന്ന ഒരു കാറ്, ആ 5 പേരും ഈ മണ്ണിടിച്ചിലിൽ കാണാതായിരുന്നു. മറ്റൊരു ടാങ്കർ ലോറി, ഈ 2 വാഹനങ്ങൾ മാത്രമേ മണ്ണിടിച്ചിലിൽ അകപ്പെട്ടിട്ടുള്ളൂ എന്ന നിഗമനത്തിലായിരുന്നു ഈ രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഈ 2 വാഹനങ്ങളിൽ നിന്നായി ലഭിച്ച 7 മൃതദേഹങ്ങൾ, അതിനുശേഷം അവർ തെരച്ചിൽ പൂർണ്ണമായും തന്നെ നിർത്തിയിരുന്നു. പിന്നീടാണ് ഈ മണ്ണിടിച്ചിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരു യുവാവ്, ഇതിൽ കൂടുതൽ വാഹനങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. അതായത് ഈ മണ്ണിടിച്ചിൽ വലിയൊരു കുന്ന് തന്നെയാണ് ഈ പാതയിലേക്ക് ഇടിഞ്ഞു വീണത്. ആ സമയത്ത് കൂടുതൽ വാഹനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു എന്ന വിവരം കൈമാറിയത്. പിന്നീടാണ് വീണ്ടും തെരച്ചിൽ ഈ NDRF സംഘം ഉൾപ്പെടെ എത്തി പുനരാരംഭിക്കുന്ന സാഹചര്യമുണ്ടായത്. അങ്ങനെയാണ് 4 മൃതദേഹം കൂടി കണ്ടെത്തിയത്. ഇപ്പോൾ അതിനുശേഷം ഇവർ പിന്നീട് ഈ മണ്ണ് നീക്കം ചെയ്തുള്ള തെരച്ചിൽ അവസാനിപ്പിച്ചിരുന്നു. അതിനുശേഷം ഈ നേരെ ഓപ്പോസിറ്റുള്ള ഗംഗാവതി പുഴയിൽ അത്തരത്തിൽ എങ്ങനെയും കാണാതായിട്ടുണ്ടോ എന്ന തരത്തിൽ പുഴയിലായിരുന്നു പിന്നീട് ഈ രക്ഷാപ്രവർത്തകർ തെരച്ചിൽ നടത്തിയിരുന്നത്. അതിനിടെയാണ് ഇത്തരത്തിൽ
ഇത്തരത്തിൽ അർജുനെ ഇങ്ങനെ കാണാതായിട്ടുണ്ടെന്ന് വിവരം ഈ ബന്ധുക്കൾ ഇത്തരത്തിൽ കൈമാറുന്നത്. എന്നാൽ ഈ രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് ഇതിൽ എത്ര പേർ അകപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്ര പേർ ഈ അപകടത്തിൽ പെട്ടിട്ടുണ്ട് എന്ന് സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ഒരു വ്യക്തതയുമില്ല. നിലവിൽ ഇപ്പോൾ മറ്റ് ചില, അതായത് തെലങ്കാന സ്വദേശികളായിട്ടുള്ള മറ്റ് രണ്ടുപേരെ കൂടി കാണാതായ വിവരം ആ തരത്തിൽ കൂടി ലഭിക്കുന്നുണ്ട്. അങ്ങനെ കൂടുതൽ വിവരങ്ങളുമായി നമ്മളോടൊപ്പം ചേർന്നത് ഇപ്പോൾ മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുന്നുണ്ട്. മിനിസ്റ്റർ, ഗുഡ് മോർണിംഗ്. ഈ ഒരു വിവരം 3 ദിവസങ്ങളായി മണ്ണിടിച്ചിൽ നടന്നിട്ട് ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള മലയാളി അർജുൻ അതിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് സംശയങ്ങൾ, സൂചനകൾ വരുന്നത്. ഇതിന്റെ ഈ തെരച്ചിലിനെ കുറിച്ചിട്ട് കൂടുതൽ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ മിനിസ്റ്റർ? ഞാൻ തെരച്ചിൽ നടക്കുന്നുണ്ട്. പക്ഷെ അവർ ഈ റോഡ് നിങ്ങൾ വാർത്തയിലൂടെ തരുന്ന വാർത്തയെല്ലാം നമുക്കറിയില്ല. 2-3 ദിവസം കഴിഞ്ഞിട്ടും ഇങ്ങനൊരു വാർത്ത നമ്മൾ ആരും അറിഞ്ഞില്ല എന്നുള്ളതാണ് അത്ഭുതപ്പെടുന്ന കാര്യം. പക്ഷേ ഞാൻ അവിടുത്തെ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററുമായിട്ട് സംസാരിച്ചു. അദ്ദേഹം വേണ്ട നടപടി എടുക്കാമെന്ന് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ഫുൾ ഡീറ്റെയിൽസ് ഞാൻ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ഉടനെ തന്നെ ആക്ഷൻ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ കാസർഗോഡ് കളക്ടറെയും ബന്ധപ്പെട്ട് അദ്ദേഹത്തോട്, കാസർഗോഡിനടുത്താണത്, അപ്പം കാസർഗോഡ് കളക്ടറെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അവിടുന്ന് ആരെങ്കിലും ഓഫീസേഴ്സിനെ അയച്ചു നോക്കാനുള്ള ഏർപ്പാട് ചെയ്യും. മിനിസ്റ്റർ, ഇപ്പോൾ നമ്മുടെ വാർത്ത ഈ മാധ്യമങ്ങളിലൂടെ ഇത് അറിഞ്ഞിട്ടേ ഉള്ളൂ അല്ലെ? ആ കുടുംബത്തിന്റെ ഒരു പ്രതികരണമൊന്നും? അതെ, ഇല്ല, ഒന്നുമില്ല. മാധ്യമങ്ങളോട് അവരാരും നമ്മളെ വിളിച്ചിട്ടില്ല. മാധ്യമങ്ങളിലൂടെയുള്ള അറിഞ്ഞ മാത്രമേ ഉള്ളൂ. രാവിലെ ഞാൻ TV കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതുകൊണ്ട് അപ്പം തന്നെ ആക്ഷൻ എടുത്തിട്ടുണ്ട്. ഞാൻ മിനിസ്റ്ററോട് സംസാരിച്ചു. ഞാൻ ട്രാൻസ്പോർട്ട് മിനിസ്റ്ററോട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ആക്ഷൻ എടുക്കാമെന്ന് പറഞ്ഞു. അതുപോലെ നമ്മൾ കാസർഗോഡ് കളക്ടറോടും വേണ്ട ആക്ഷൻ എടുക്കാനായിട്ട് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ശരി, നന്ദി. ഗതാഗത വകുപ്പ് മന്ത്രി കെ.ബി. ഗണേഷ് കുമാറാണ് നമുക്കിപ്പോൾ ഇപ്പോൾ ടെലിഫോൺ ലൈനിൽ ചേർന്നത്. അദ്ദേഹം ഏതായാലും ഈ രക്ഷാപ്രവർത്തനത്തിൽ അതിന് കൂടുതൽ പെട്ടെന്ന് തന്നെ ആക്കാനുള്ള കാര്യങ്ങളിൽ അത് ഇടപെടും. കർണാടകയിലെ മിനിസ്റ്ററുമായി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോഴിക്കോട് നിന്ന് MP MK രാഘവൻ കൂടി ചേരുന്നു. നമസ്കാരം രാഘവൻ സാർ. ഇതിപ്പോൾ ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ അത്ഭുതം തോന്നുന്നു. 3 ദിവസമായിട്ട് ഈ ഒരു കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല, തെരച്ചിൽ പൂർണ്ണമായിട്ടില്ല. കോഴിക്കോട് നിന്നുള്ള ഒരു മലയാളി ഉണ്ട് എന്നുള്ള കാര്യത്തിൽ വാർത്തകൾ വരുന്നത് തന്നെ ഇപ്പോഴാണ്, നമുക്ക് വിവരം ലഭിക്കുന്നത് തന്നെ ഇപ്പോഴാണ്. അങ്ങേക്ക് എന്താണ് ഇതിൽ പറയാനുള്ളത്? കോഴിക്കോട് നിന്ന് MP MK രാഘവൻ നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. കർണാടക അങ്കോളയിലാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. 3 ദിവസം മുൻപുണ്ടായ മണ്ണിടിച്ചിലിൽ കാണാതായവരിൽ മലയാളി ഉണ്ടെന്ന സൂചന. രാഘവൻ സാർ, കേൾക്കാമോ? ഈ മലയാളിയായ കോഴിക്കോട് സ്വദേശി അർജുൻ ഈ ഒരു മണ്ണിടിച്ചിലിൽ അദ്ദേഹത്തിന്റെ ലോറി അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ള സൂചനകളാണ് വരുന്നത്. കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ ഇപ്പോൾ? ഞാൻ ഇന്നലെ നോർത്ത് കേന്ദ്ര SP-യുമായി സംസാരിച്ചു. അദ്ദേഹം സ്പോട്ടിൽ തന്നെ ഉണ്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞത് അത് ഹെവി റെയിനാണ്, കാലാവസ്ഥ പ്രതികൂലമാണ് എന്ന് മാത്രം, പുഴയൊക്കെ കവിഞ്ഞൊഴുകുകയാണ്. അതുപോലെ അവിടെ ഇനി ഒറ്റ മാർഗമേ ഉള്ളൂ, ഇനി നേവിയുടെ ആളുകൾ വന്ന് റെസ്ക്യൂ ഓപ്പറേഷൻ ആരംഭിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ ഹെലികോപ്റ്റർ നേവിയുടെ ആളുകൾ വരുന്നു. അപ്പോൾ റെസ്ക്യൂ ഓപ്പറേഷൻ ഇന്ന് ആരംഭിക്കുമെന്നാണ് എന്നോട് പറഞ്ഞത്. ഈ അർജുന്റെ കാര്യം പ്രത്യേകം പറഞ്ഞു. അതുപോലെ ഈ പറഞ്ഞ ലോറി ഈ കാർവാർന്ന് കേരളത്തിലെ കോഴിക്കോട് കയറുന്ന ലോറിയാണ്. അപ്പൊ ആ ലോറി ഈ മണ്ണിന്റെ അടിയിലെല്ലാം ഉള്ളത്. അപ്പോൾ ഇന്ന് മാത്രമേ അത്തരം റെസ്ക്യൂ ഓപ്പറേഷൻ പൂർണ്ണമായി ആരംഭിക്കാൻ കഴിയൂ എന്നാണ് പറഞ്ഞത്. എങ്ങനെയെങ്കിലും അർജുൻ വേങ്ങേരിയിലാണ് അദ്ദേഹത്തിന്റെ വീട്. അർജുനാണ് ഡ്രൈവർ. അദ്ദേഹമാണ് ഈ ലാൻഡ് സ്ലൈഡിൽ പൊട്ടുപോയിട്ടുള്ള ഒരു ആള്. എങ്ങനെ രക്ഷപ്പെടുത്താൻ ശ്രമം നടത്തി വരുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത്. കുടുംബത്തോട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നോ അങ്ങേക്ക്? ഞാൻ ഇന്നലെ സംസാരിച്ചു. അവര് പറയുന്നത് ഇത് ഉറപ്പാണോ അവർക്ക്, അതോ ഒരു സംശയം മാത്രമാണോ? അതല്ല, അവര് ഉറപ്പായിട്ടാ പറയുന്നത്. സെയിം ഇതിന്റെ വെഹിക്കിളിന്റെ ഓണർ അവിടെ എത്തി. ലോറിയുടെ ഓണർ അല്ലേ? ഈ ലോറിയുടെ ഓണറും അവിടെ എത്തി. അവരുമായി ഞാൻ ഇന്നലെ സംസാരിച്ചു. അതിനുശേഷം SP-ക്ക് അവരുടെ നമ്പർ കൊടുത്തു. 2 പേര്, ജിതിനുമുണ്ട് മൊബിദിനും അവിടെയുണ്ട്. 2 പേരുണ്ട്. എല്ലാവരും സൈറ്റിലുണ്ട്. പക്ഷെ ആർക്കും തന്നെ ഈ കാലാവസ്ഥ പ്രതികൂലമായതുകൊണ്ട് അവർക്ക് ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. ഇന്ന് മാത്രമേ ഓപ്പറേഷൻ ആരംഭിക്കുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ദിവസങ്ങൾ കഴിയുന്തോറും ഈ ഒരു രക്ഷപ്പെടാനുള്ള, ഒരു ജീവൻ രക്ഷിക്കാനുള്ള ഒരു സാധ്യത മങ്ങുകയല്ലേ? അതെ, ശരി, നന്ദി. നോക്കുന്നുണ്ട്, പരമാവധി നോക്കുന്നുണ്ട്. കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി ചെയ്യാൻ നോക്കുന്നുണ്ട്. ഈ ഒരു ചോദ്യം കൂടി സർ, ഈ ഡ്രൈവറുടെ വീട്, ഡ്രൈവർ ആയിരുന്നു അർജുൻ അല്ലേ?
അടുത്തത് വേങ്ങേരിയാണ് വേങ്ങേരി. അദ്ദേഹത്തിന്റെ. ഇതിന്റെ ഉടമസ്ഥനോ, ഈ ലോറിയുടെ ഉടമ ആരാണ്? ഉടമയുടെ പേര് മൊബുദ്ദീൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം അവിടെ സൈറ്റിൽ പോയിട്ടുമുണ്ട്. ശരി, നന്ദി ശ്രീ എം കെ രാഘവൻ. ഈ കാര്യത്തിൽ കൂടുതൽ ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. കർണാടകയിൽ ഈ വലിയ മഴയും വെള്ളപ്പൊക്കവും ഉള്ളതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം കുറച്ച് ദുർഘടം പിടിച്ചതാകുന്നു എന്നുള്ള നിലയിലാണ് ഇപ്പോൾ വിവരങ്ങൾ ലഭിക്കുന്നത്. പക്ഷേ 3 ദിവസമായിരിക്കുന്നു. കർണാടക അങ്കോളയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. കാണാതായവരിൽ മലയാളി ഉണ്ടെന്നുള്ള വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. കോഴിക്കോട് സ്വദേശിയായ അർജുനെ കാണാനില്ലെന്ന് ബന്ധുക്കൾ രക്ഷാപ്രവർത്തകരെ അറിയിച്ചിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വളരെ പെട്ടെന്ന് തന്നെ നടത്തും എന്നുള്ള രീതിയിൽ ഇപ്പോൾ പ്രതികരണങ്ങൾ എത്തുന്നു. അരുൺ പൂപ്പറമ്പയാണ് ബംഗളൂരുവിൽ നിന്ന് നമുക്ക് വിവരങ്ങളുമായി ചേർന്നത്.